ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും ചീത്തയായിപ്പോയൊരു മാല, അതായത് നമ്മുടെ ഇമിറ്റേഷൻ്റെ ഒരു മാലയാണ് ഇത് ഫുള്ള് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ക്ലാവായി അതിൻ്റെ കളർ ഫുള്ള് പോയി. നമുക്ക് ഇനി ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാലയാണ് ഇതിപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് എങ്ങനെ ഇത് നല്ല ക്ലിയർ ആക്കി എടുക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതേ വീഡിയോ കുറച്ച് ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വളയായിക്കോട്ടെ, പാദസര ആയിക്കോട്ടെ, മാല ആയിക്കോട്ടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം ചെയ്ത് നോക്കി ഒത്തിരി റിസൾട്ട് കിട്ടിയ റിവ്യൂസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇങ്ങനെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഇത്രയും അഭംഗിയായ ഒരു മാല നമ്മുടെ വീട്ടിൽ, അത് റോൾഡ് ഗോൾഡാണ്, നമ്മുടെ വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ റെഡിയാക്കി എടുക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക, പച്ചവെള്ളം കേട്ടോ. അതിനകത്തോട്ട് പിഴുപുളി, നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലായിട്ട് വെള്ളത്തിനകത്തിട്ട് പിഴിയുക കേട്ടോ. ഇവിടെ ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ ആ ഒരു വെള്ളത്തിനകത്തോട്ടിട്ട് പിഴിഞ്ഞ് കൈവച്ചിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പുളി എത്രയും നമ്മൾ പിഴിഞ്ഞ് ആ വെള്ളത്തിൽ തന്നെ ചേർക്കുക കേട്ടോ. ചേർത്തതിന് ശേഷം നമ്മൾ മാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മാലയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ വളയായിക്കോട്ടെ, പാദസര ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് മാലയാണ്. ഇത്രയും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നോക്കി വെക്കുക, മാലയുടെ ആ ഒരു കളറും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പുളിവെള്ളവും പുളിയും ഈ മാലയും കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് നല്ല പോലെ ഇതുപോലൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. തിരുമ്മി കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക, അങ്ങനെ മാറ്റി വെക്കുക. അപ്പോൾ ഇതേലത്തെയൊക്കെ ഇമിറ്റേഷൻ്റെ ആഭരണങ്ങളൊക്കെ ചിലർക്ക് വിയർപ്പടിയുമ്പോഴാണ് പെട്ടെന്ന് ഇതിൻ്റെ കളർ പോകുന്നതും ക്ലാവ് വരുന്നതൊക്കെ. അതേസമയം നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്ന് അതെടുത്ത് കഴുകി തുടച്ച് മാറ്റി വെക്കാമെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ചീത്തയായി പോകത്തില്ല. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ആയി കഴിയുമ്പം നമ്മൾ കടയിൽ കൊടുത്തിട്ട് വീണ്ടും ഒരുപാട് പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഒരു യൂസൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാനൊന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിനകത്തിട്ട്, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഈ പുളിയും മാലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ. ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല തിളപ്പിക്കുമ്പം. അപ്പോൾ ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ഈ തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മാല കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ തിള മതിയേ. 5 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുറച്ച് പച്ചവെള്ളം ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് ഈ ചൂടൊന്ന് മാറാൻ വേണ്ടി മാലയെ നമ്മൾ ആ വെള്ളത്തിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കുക, മാല ഒന്ന് കറക്കി അതിനകത്തിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ തിളയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് നമുക്കിതൊരു തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2-3 സ്റ്റെപ്പുണ്ട്. ഞാനിപ്പം വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കളർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോഴേ അതിൻ്റെ ഫുള്ള് ക്ലാവും കാര്യങ്ങളും എല്ലാം പുളിക്കകത്ത് പോയിട്ടുണ്ട് കേട്ടോ. പുളിക്ക് പകരം നാരങ്ങ നീരായാലും കുഴപ്പമില്ല കേട്ടോ. നാരങ്ങ നീരിനകത്ത് ഞാൻ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് കുറച്ച് 5 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വേണ്ടേ ഇത് നമുക്കൊരു പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങളൊന്ന് നോക്കുക, അതിൻ്റെ കളറ് ഞാൻ ആദ്യം കാണിച്ചതുപോലാണോ? നല്ല പോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് കാണിച്ചു തരാം. അടുത്തതെന്ന് പറയുമ്പം ഇതുപോലെ വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു 1/2 സ്പൂണ് അല്ലെങ്കിൽ ചെറിയ സ്പൂണാണെങ്കിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ആ വെള്ളം ഒന്ന് കലക്കിയതിന് ശേഷം നമ്മുടെ ഈ മാല എടുത്ത് ആ മഞ്ഞൾപ്പൊടിക്കകത്ത് ആ വെള്ളത്തിനകത്തിട്ട് നല്ല പോലെ കൈവച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കണേ. ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിനകത്ത് മാല മുക്കി ഒന്ന് വെച്ചേക്കാം. ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് അവിടെ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കഴുകി ഒരു കോട്ടൺ തുണിക്കകത്തൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് പറയുമ്പോൾ ചിലർ പറയും സംസാരം ഒന്ന് കുറച്ചുകൂടായെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി അതുപോലെ നമ്മളിപ്പോൾ അതുപോലെ പറയുമ്പോഴെല്ലാം മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ്
ഇതേണ്ട ഇതിപ്പോൾ നല്ലതുപോലെ നിങ്ങൾ ആ മാലയും ശ്രദ്ധിക്കുക. അതിൻ്റെ കളറ് ഒരുപാട് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോട്ടൻ്റെ തുണി, ഏത് തുണിയായാലും കുഴപ്പമില്ല കേട്ടോ, അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണേ. നിങ്ങൾ ആദ്യം കണ്ട മാലയാണോ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം നമ്മൾ തുടച്ചതിന് ശേഷം കുറച്ച് പൗഡർ, ടാൽക്കം പൗഡർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ആ ഒരു തുണിക്കകത്തോട്ട് തന്നെ, സോറി കേട്ടോ, അതിന് മുമ്പ് ഒരു പ്രോസസ്സുകളുണ്ട്, നമുക്കൊരു ക്ലീനിങ് ഉണ്ട് കേട്ടോ, അത് മറന്നുപോയി. അപ്പം നമ്മൾ ഒരു പഴയ ബ്രഷിനകത്തോട്ട് കുറച്ച് ഷാമ്പു ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡിറ്റർജൻറ്റ് സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തേച്ച് ഉരച്ച് കഴുകി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പൗഡറിൻ്റെ പ്രോസസ്സ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാലയുടെ ക്ലീനിങ് കഴിഞ്ഞു. നമ്മുടെ മാല ഇവിടെ വെട്ടിത്തിളങ്ങി പളവള എന്ന് തിളങ്ങി കാണിച്ചു തരാം. അപ്പം നീണ്ടേ ഇതുപോലെ നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാമ്പൂവിന് പകരം നിങ്ങൾക്ക് സോപ്പ് പൊടി എടുത്താലും മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ്, ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ബ്രഷ് ചെയ്യുന്ന പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് തേച്ചാലും മതി കേട്ടോ. നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് തുടച്ച് പൗഡറിൻ്റെ പ്രോസസ്സ് ചെയ്യണമെന്നില്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാം. ഇവിടെ വരെ ചെയ്താലും മതി, കഴുകി തുടച്ചെടുക്കാം കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരുപാട് മഞ്ഞപ്പൊടിക്കകത്ത് നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്, നല്ല കളറുണ്ടെങ്കിൽ നമുക്ക് പൗഡറിൻ്റെ പ്രോസസ്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എന്താണ് നല്ലതുപോലെ നിങ്ങൾ ആ മാലയൊന്ന് നോക്കിയേ. ഞാൻ ആദ്യം കാണിച്ച ആ അത്രയും ക്ലാവും അഴുക്കും കറുപ്പും ഒക്കെ ആയിട്ടുള്ള മാലയാണോ ഇപ്പോൾ കാണുന്നതെന്ന് അല്ല. അപ്പം ഞാനിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ചെയ്തെടുത്ത്, അതായത് ഫസ്റ്റ് ഞാൻ ഇരുന്നിടത്ത് വെച്ച് തന്നെ നിങ്ങളെ മാലയുടെ കാണിച്ചു തരാം. ചിലർക്ക് ഭയങ്കര ഡൗട്ടാണ്, അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്ന് തുടച്ചെടുത്തിട്ട് കുറച്ച് പൗഡർ, ഈ കോട്ടൻ്റെ തുണി തിരിച്ചിട്ടിട്ട്, നമ്മൾ ഈ നനവിനകത്തിടേണ്ട പൗഡർ, തുണി തിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മാലയും ഇട്ട് കുറച്ച് പൗഡറോട് ഇട്ട് ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ. പൗഡറോട് ഇട്ടൊന്ന് തട്ടാം. ഞാൻ പൗഡർ ഇടുന്നതെന്ന് പറഞ്ഞത് ഈ മഞ്ഞ കളർ ഒരുപാടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ പൗഡർ ഇടേണ്ട കാര്യമില്ല. ഏത് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ, കുറച്ചൊന്ന് ഇടുക. എന്നിട്ട് നമ്മൾ ആ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക. അപ്പം നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ മാല കാണിച്ചു തരാം. ഞാൻ ഇരുന്നിടത്ത് പോയി നിന്നും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ചെന്നിട്ട് മാല വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ മാല കണ്ടോ, എത്രത്തോളം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ കളർ വന്നത്. ഞാൻ ആദ്യം കാണിച്ച മാലയാണോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അത്രയും ഭംഗിയായിട്ട് നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ പോയി കാണിച്ചു തരാവേ. വേണ്ടോ, ഞാൻ ഇവിടെ ഇരുന്നാണ് ഫസ്റ്റ് ഞാൻ ആ മാലയുടെ അഴുക്കും ക്ലാവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നത്. ഈ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പം വന്നിരുന്ന് കാണിക്കുന്ന ഓരോ ഇഴകളും ഞാൻ കാണിച്ചു തരാം കേട്ടോ, കണ്ണികളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രോസസ്സ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് പറയാൻ മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. നോക്കി നല്ലോണം നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ പ്രോസസ്സ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്ത ഈസി ആയിട്ടുള്ളൊരു മെതേഡ. വെറും 9-22 മിനിറ്റിൻ്റെ ഈ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിതിന് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു നല്ലൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളെ ഫസ്റ്റ് കാണിച്ച ആ ഒരു സ്ഥലത്ത് തന്നെയാണ്, നമ്മളെ കിച്ചൻ്റെ ഭാഗത്ത് ഇത് കാണിച്ച. നിങ്ങൾ നോക്കിയാൽ കൊളുത്തിൻ്റെയൊക്കെ കളറ്, കൊളുത്തായാലും ആ ഓരോ കണ്ണികളായാലും ഞാനിനി സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഞാൻ ഫുൾ വ്യൂ കാണിച്ചു തരാവേ. കണ്ടോ, ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മാലയുടെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് നോക്കി കണ്ടോ. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്നും വീഡിയോ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേറെയും എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.